നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം, അവർ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളും നിങ്ങളും അവരും തമ്മിലുള്ളൊരു ഫ്യൂച്ചറുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ആ ടൈമിൽ അത് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ആരെയാണോ മനസ്സിൽ ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ ഫേസും അതുപോലെ പേരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായ ഒരു ചിന്തയോടുകൂടി റീഡിങ്സുകൾ കാണുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് അവരുടെ ഒരു സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അവരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ദ എംബറസ് ആണ്. എംബറർ അവർ വളരെയധികം ഒരു സ്ട്രെങ്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം ഒരു ആലോചനയോട് കൂടി വെയിറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അവരുടെ ആ ഒരു പാസ്റ്റിലെ പല കാര്യങ്ങളെക്കുറിച്ചും അവർക്കൊരു തിങ്കിങ് വരുന്നുണ്ടാവാം. അവരുടെ തെറ്റുകളെക്കുറിച്ചും അവരുടെ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും അവർ ഓവറായിട്ട് ചിന്തിക്കുന്നതായിട്ട് നമുക്കിവിടെ എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഈഗോയെ ഇച്ചിരി വിട്ടുവീഴ്ചയൊന്നും ഇല്ലാതെ ഇച്ചിരി തോറ്റു തരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അവരുടെ കയ്യിൽ തെറ്റുണ്ടെങ്കിലും അവർക്ക് തോറ്റു തരിക എന്നത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ്. അതുപോലെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. അവരുടെ വളരെയധികം ഒരു ഈഗോയിസ്റ്റിക് പേഴ്സൺ അല്ലെങ്കിൽ വളരെയധികം സ്ട്രെങ്ത് ഉള്ള, അതായത് നമ്മളോടൊരു സഹാനുഭൂതിയുള്ളൊരു വ്യക്തിയല്ല. മറ്റുള്ളവരുടെ വേദനകളിലൊന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹമോ മറ്റൊരാൾക്കൊരു വലിയ പരിഗണനയൊന്നും കൊടുക്കുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങളുടെ വ്യക്തിയെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റക്നെസ് അവരുടെ ലൈഫിലുണ്ട്. നെഗറ്റീവായ തോട്ട്സുകൾ ഒരുപാട് അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. അതായത് പാസ്റ്റിലെ ഒരു പല കാര്യങ്ങളിലും അവരിപ്പോഴും പാസ്റ്റിലെ ചില അനുഭവങ്ങളിൽ പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു സാഹചര്യങ്ങളൊന്നും അവരിൽ നിന്ന് ഹീലായി പോയിട്ടില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വേദനാജനകമാകുന്ന സിറ്റുവേഷൻസും അവർ ചിന്തിക്കാത്ത തന്നെ രീതിയിലുള്ള പല പ്രോബ്ലംസുകളെയും അവർ അനുഭവിച്ചിട്ടുണ്ടാകും. പല പ്രശ്നങ്ങളും അവർ തരണം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഇപ്പോഴും അവരെ പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു സെൽഫ് ലവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പോകുന്നത്. അതായത് പഴയ കാര്യങ്ങൾ ഓർത്ത് മുന്നോട്ട് ഒരു കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അവർ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു മാനിഫെസ്റ്റേഷനൊക്കെ അവർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തോ ഫിനാൻഷ്യലായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. അവർക്കൊരു കരിയർപരമായൊരു വിജയത്തെക്കുറിച്ചൊക്കെ അവർ വളരെയധികം ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് നിൽക്കുന്നത്. കാരണം അവർക്കൊരു വിജയം, ഒരു ബേസിക് വേണം. അവരുടെ ജീവിതത്തിനൊരു മാറ്റം വരണം. അവർക്കൊരു 4 പേർക്ക് മുമ്പിൽ നല്ല ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം അവർക്കടെ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവർക്ക് എവിടേക്കോ ഒരു കരിയർപരമായിട്ടോ ഏതൊക്കെയോ സിറ്റുവേഷൻസിൽ ഒരു മോശമായ ചില കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് വിവേചന, ഒരു അവഗണനയൊക്കെ അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്ത ചില കാര്യങ്ങളിൽ അവർക്ക് നല്ലൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചതുപോലൊന്നുമല്ല. പാസ്റ്റിലെ ഏതൊക്കെയോ സിറ്റുവേഷൻസിനെ അവർ പ്രസൻറ്റിലേക്ക് സ്വീകരിച്ചതായിട്ടാണ് കാണുന്നത്. ആ ഒരു സ്വീകരിച്ചത് അവർക്ക് മോശമായ ചില അനുഭവങ്ങളാണ് അവരിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കരിയർപരമായിട്ടാണെങ്കിലും അവർക്കൊരു തകർച്ച, ഒരു വിവേചനമൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോശം വാർത്തകൾ അവരുടെ പേരിൽ കേൾക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർക്ക് വളരെയധികം ഒരു തകർച്ച സംഭവിച്ചതായിട്ടാണ് കാണുന്നത്. ഒന്നെങ്കിൽ അത് സുഹൃത്തുക്കളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ സംഭവിച്ചതാവാം, അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടതാവാം. അവിടെ അവർക്ക് വളരെയധികം പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഒരു വലിയൊരു ചേഞ്ചിങ് അവരുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നു. അതുപോലെ അവരെവിടെയൊക്കെയോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് പരമായ കാര്യമാവാം, അതല്ലെങ്കിൽ അവരുടെ ഒരു
സ്നേഹം അവർ തെറ്റായ ഒരു ദിശയിൽ കൊണ്ടുപോയി കൊടുത്തതായിട്ടാണ് കാണുന്നത്. അത് അവർക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലാകുന്നു. കാരണം നിങ്ങൾ അവർക്ക് മുമ്പിൽ ഒരുപാട് യാചിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തൊരു കാലമുണ്ടായിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിനെ കുറിച്ച് അവർ വളരെയധികം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് പറ്റിയ തെറ്റ് അവർ മനസ്സിലാക്കുന്ന, അവർ മറ്റേതോ ഒരു സ്ഥലത്തേക്ക് അവരുടെ ശ്രദ്ധയെയും അവരുടെ സമയത്തെയും അവരുടെ സാന്നിധ്യവും നൽകിയതായിട്ടാണ് കാണുന്നത്. അതിപ്പം അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റായ ഒരു മാർഗത്തിലൂടെയാണ്, അതല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് അവർക്ക് വ്യക്തമായൊരു ധാരണ, ആ ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു അവസ്ഥയിലാണ് അവരിപ്പം നിൽക്കുന്നതെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർ നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തരേണ്ടി വരുന്നു. അതുപോലെ ഫിനാൻഷ്യലായി വളരെയധികം സപ്പോർട്ട് നിങ്ങൾ അവർക്ക് നൽകിയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിലെ ഒരു ബന്ധമായിട്ടാണ് കൂടുതൽ എനർജി ഇത് വരുന്നത്. നിങ്ങൾ ഒരു ചൈൽഡ്ഹുഡ് മുതലുള്ള പരിചയമുള്ള ഒരു പ്രണയബന്ധമാവാം, അതല്ലെങ്കിൽ നിങ്ങൾ വളരെ വർഷങ്ങൾക്ക് ചെറുപ്രായങ്ങളിൽ തന്നെ ഒരു കണ്ടുമുട്ടിയ വ്യക്തികളുടെ ഒരു സാന്നിധ്യമാണ്. അതിനുശേഷം നിങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു പിരിഞ്ഞു പോകുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അതിനുശേഷവും കണക്റ്റഡായ ബന്ധങ്ങളുടെ ഒരു എനർജി നമുക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവരൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് ഒരു പോസിറ്റീവായ ഒരു ചിന്തയാണ് ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ളത്. അവരുടെ സാഹചര്യം എന്ന് പറയുന്നതും വളരെയധികം ഒരു നെഗറ്റീവും പോസിറ്റീവുമായ സിറ്റുവേഷൻസിലൂടെയാണ് അവരിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മാർഗമുണ്ട്, രക്ഷപ്പെടാൻ വഴിയുണ്ട്, അവർക്ക് മുന്നോട്ട് പോകാനുള്ള പല സാഹചര്യങ്ങളും ഓപ്പണിംഗ് ആവുന്നുണ്ട്. പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ പറ്റാതെ എന്തൊക്കെയോ കാര്യങ്ങളാൽ അവരൊരു ബ്ലോക്കേജ് വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളെന്ന് പറയുന്നത് 8 of Wands ആണ് വന്നിരിക്കുന്നത്. അവർ വേഗം ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം നിങ്ങളിലേക്ക് ചിലപ്പോൾ ഇത് ചിലരൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും, നിങ്ങളുടെ അരികിലേക്കൊരു യാത്ര ചെയ്യണം, ഒരു ദൂരയാത്രയെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അരികിൽ എത്തുക എന്നത്. അതുപോലെ പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളും അവരും തമ്മിൽ വളരെയധികം ഒരു ഫൈറ്റിംഗ് സിറ്റുവേഷൻസിൽ നിന്നും വേർപെട്ടു പോയതായിട്ടാണ് കരുതുന്നത്. അതുപോലെ തന്നെ നിങ്ങളെയും അവരെയും തമ്മിൽ അകറ്റാൻ വേണ്ടി ബന്ധുക്കളുടെയൊക്കെ വളരെ ശക്തമായ കൈകൾ ഇതിനകത്തുണ്ടായിരുന്നു. ആരോടൊക്കെയോ അവർക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും മുൻപ് പാസ്റ്റിലും നടന്നിട്ടുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. വളരെയധികം ഒരു ടെൻഷൻ സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവർ തീരുമാനിക്കുന്നത് ഒരു ആക്ഷൻ എടുക്കണം, പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷൻസ്, അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കണം. കാരണം അവർ ശരിക്കും ഇപ്പോൾ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. തേർഡ് സിറ്റുവേഷൻസ് ആയ എല്ലാ സാഹചര്യം അവരിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയതായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു സപ്പോർട്ടില്ല. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലും അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടും ഇല്ല, ഫിസിക്കലി സപ്പോർട്ടും ഇല്ലാതെ ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷൻസ്, ഒരു ആക്ഷൻ എടുക്കണം. 2 of Cups ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഡെസ്റ്റിനിയിൽ പെട്ടതാണെന്ന്, ഒരു കണക്ഷൻസ്, ഒരു സോൾ കണക്ഷനുള്ള ബന്ധമാണെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടും എന്ത് ചെയ്തിട്ടും അവരുടെ എനർജി നിങ്ങളെ വിട്ടു പോകുന്നില്ലായിരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സാന്നിധ്യവും എപ്പോഴും അവർ അനുഭവിച്ചു കൊണ്ടിരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർ ഒന്നിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തെയും ജീവിതത്തെയും എല്ലാം ഷെയർ ചെയ്യണം. അവരുടെ എല്ലാ സാഹചര്യത്തെയും ഷെയർ ചെയ്യണമെന്നാണ് കാണുന്നത്. ഇതിനകത്തൊരു മെയിലിൻ്റെ എനർജി വരുന്നത് ഒരു പക്വത കുറഞ്ഞ വ്യക്തികൾ, അവർക്ക് പെട്ടെന്ന് എടുത്തുചാട്ടമുള്ളവരും എടുത്തടിച്ച പോലെ പ്രവർത്തിക്കുന്നവരെയുമാണ്. അതേസമയം ഫീമെയിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി വളരെ പക്വതയോടുകൂടി ക്ഷമയോടുകൂടി കാര്യങ്ങളെ നീക്കുന്നതായിട്ടാണ് കാണുന്നത്. ആലോചിച്ച് നീണ്ടു വിചാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവരും വിജയിക്കാൻ കഴിവുള്ളവരും നല്ല നോളജ് ഉള്ളവരും, അതായത് ജന്മനാൽ തന്നെ നല്ല കഴിവുള്ളവരാണ് ഫീമെയിലായിട്ടുള്ള എനർജി വന്നിരിക്കുന്നത്. മുൻകൂട്ടി തന്നെ കാര്യങ്ങളെ നിശ്ചയിക്കാനും എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനെല്ലാം സക്സസ് ആക്കാനും പറ്റുന്നതാണ് ഫീമെയിലിൻ്റെ ഒരു എനർജി കേട്ടോ. വളരെയധികം സ്കിൽസ്, വളരെയധികം പോസിറ്റീവായ ഒരു ബന്ധമാണ് നിങ്ങളുടേതെന്നും വളരെയധികം ഒരു റീബർത്താണ്. അതായത് നിങ്ങളൊരു പാസ്റ്റ് കണക്ഷൻസാണ്, മുൻജന്മ ബന്ധമുള്ള ഒരു കണക്ഷൻസ്
ഡിവോഴ്സിൻ്റെ എനർജിയാണ് വരുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു പെയിൻ സിറ്റുവേഷൻസ്, നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഫാമിലിയും ഈ ഒരു ബന്ധത്തിലേക്ക് കണക്റ്റഡ് ആകുമെന്നാട്ടോ കാണുന്നത്. ഒരു വിവാഹം, കുടുംബം അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ, മറ്റുള്ളവരുടെ എല്ലാ സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങൾക്കൊരു കൂടിച്ചേരാനുള്ള ഒരു യോഗം കാണുന്നു. ജഡ്ജ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഫലം യൂണിവേഴ്സ് നൽകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്ട്രെങ്ത് വരുന്നു, നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുന്നു. അതുപോലെ തന്നെ പോസിറ്റീവും ധൈര്യത്തോടു കൂടി പ്രശ്നങ്ങളെ നേരിടാനും അതിൽ സക്സസ് കാണാനും സാധിക്കും എന്ന് അവർക്കിപ്പം മനസ്സിലായി തുടങ്ങി. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരേ ഡെസ്റ്റിനിയിൽപ്പെട്ട വ്യക്തികളാണെന്നും നിങ്ങളും അവരും തമ്മിൽ കൂടിച്ചേർന്നാൽ മാത്രമാണ് ഒരു പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ്, ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളെന്നും അവർക്ക് മനസ്സിലാകുന്നു. നിങ്ങളിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവർ അവരുടെ ആ ഒരു സാഹചര്യത്തെ, അവരുടെ ആ ഒരു സാന്നിധ്യത്തെ കൊടുത്തുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അവർ വീണ്ടും തിരിച്ചു ഫോക്കസിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ വാല്യുബിളായ ഒരു വ്യക്തിയാണെന്നും നിങ്ങളാണ് ശരിയെന്നും അവർക്കൊരു വ്യക്തമായ ധാരണ വരുന്നുണ്ട്. നമുക്ക് നിങ്ങളുടെ അവരുടെ ഒരു ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് വാൺസ് ആണ്. തീർച്ചയായിട്ടും ഒരു കുടുംബം, ജീവിതം ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു. അതായത് ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി തന്നെ കാര്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് നിങ്ങളുടെ ബന്ധം പൂർണ്ണമായി ഡെത്തായി പോയൊരു സിറ്റുവേഷൻസ്, നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്കാണെങ്കിൽ റീബർത്താണ് ഇനി വരാൻ പോകുന്നത്. പൂർണ്ണമായും എൻഡിങ് ആയി തീർന്നു, അവസാനിച്ചു പോയി എന്ന ഒരു ബന്ധത്തെ വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ചിങ്ങിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തിരിച്ചു തരുന്നു. നല്ല സ്ട്രെങ്തോടു കൂടി പവർഫുള്ളായിട്ടുള്ളൊരു ഫ്യൂച്ചർ, ഒരു ഒരുമിച്ചുള്ള, അതായത് നിങ്ങളുടെ കൺട്രോളിങ് പവറിലും നിങ്ങൾക്കൊരു വാല്യുബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് ആണ്. ഒരുപാട് നിരാശ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് ഈ ഒരു പ്രസൻറ്റിൽ നിങ്ങൾ പല പ്രശ്നങ്ങളെയും പല സിറ്റുവേഷൻസിനെയും നേരിടണം. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഒരു പേഴ്സണോട് ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്യൂച്ചറിലും ചെറിയ നിരാശകളെയും പ്രശ്നങ്ങളെയും ഇമോഷണലി ഒരു പക്വതയിലെത്തും. പല കാര്യങ്ങളെയും തരണം ചെയ്ത് എക്സ്പീരിയൻസ് നേടി നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഇമോഷണൽ പക്വത ലഭിക്കുന്ന ഒരു ബാലൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് കപ്സ് ആണ്. പ്രണയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് റൊമാൻസ്, പൂർണ്ണതയോടുകൂടി ഒരു റൊമാൻസ് നിറഞ്ഞ ഏറ്റവും നല്ല ഒരു ഡിസിപ്ലിനോട് കൂടിയ ഒരു ബന്ധം കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. കുഞ്ഞുങ്ങളോടും എല്ലാം മൊത്തം ഒരു സന്തോഷം, ഒരു പൂർണ്ണതയുള്ള ഒരു കുടുംബ ബന്ധത്തെ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയുള്ളൊരു സ്നേഹബന്ധത്തെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് മറന്നു കളയാനുള്ള ഒരു സിറ്റുവേഷൻസ്, ഒരാഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിൽ ഈ വ്യക്തിയോടൊത്ത് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. പ്രതിജ്ഞാബദ്ധമായ ഒരു ബന്ധം. അവരില്ലെങ്കിൽ നിങ്ങളില്ല, നിങ്ങളില്ലെങ്കിൽ അവരില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു ബന്ധം കടന്നു പോകുന്നെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രാധാന്യം ആ ഒരു കുടുംബ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഒരുമിച്ചുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. പുതിയ രീതിയിലെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതും, അതുപോലെ നിങ്ങൾ ഇമാജിൻ ചെയ്ത, നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അത് റിയാലിറ്റി ആയി തീരും. നിങ്ങളിപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റി ആയിട്ട് നിങ്ങൾ അനുഭവയോഗ്യമായി തീരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ അബണ്ടൻസും ലക്ഷറി ലൈഫ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചറിൽ ഈ വ്യക്തിയുമായി കണക്റ്റഡായി പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ റീയൂണിയൻ, നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിങ്ങളുടെ ജീവിത അവസാനം വരെ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് നേടി ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. അവർ തിരിഞ്ഞ് നടക്കേണ്ടി വരുന്നു. അവർക്ക് മറ്റൊരു കാര്യങ്ങളും ലൈഫിൽ വേണ്ടായിരുന്നു. പല സിറ്റുവേഷൻസിനെ അവർ ഒഴിവാക്കി, പല കാര്യങ്ങളെയും പല സാഹചര്യങ്ങളെയും ഒഴിവാക്കി, വ്യക്തിബന്ധങ്ങളെ പോലും ഒഴിവാക്കി നിങ്ങളിലേക്ക് അവർ വന്ന് ചേരുന്നതായിട്ടാണ് യൂണിവേഴ്സ് കാണിച്ച് നൽകിയിരിക്കുന്നത്.
അതുപോലെ തന്നെ ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഒരു ഇൻ്റലക്ച്വൽ പവർ, ബുദ്ധിപൂർവമായിട്ടും അതുപോലെ തന്നെ മൈൻഡ് നല്ല രീതിയിലുള്ള ഒരു മെൻ്റൽ ക്ലാരിറ്റിയും ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ജഡ്ജ്മെൻറ്റ് തീർച്ചയായിട്ടും വരും. പാസ്റ്റിലെ കാര്യങ്ങളെ ഫ്യൂച്ചറിലേക്ക് ക്യാരി ചെയ്യരുതെന്ന് നമുക്ക് യൂണിവേഴ്സൽ ഒരു ഗൈഡൻസും നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ഒരു ജീവിത സിറ്റുവേഷൻസ് ആശംസിക്കുന്നു. പോസിറ്റീവായി തന്നെ ചിന്തിക്കുക, പോസിറ്റീവായി തന്നെ ഇരിക്കുക, സെൽഫ് ലവ് ചെയ്യുക കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമാണ് നമ്മളിലേക്ക് മറ്റുള്ളതുകൂടി അട്രാക്റ്റഡ് ആവുകയുള്ളൂ എന്ന് ചിന്തിക്കുക. പിന്നെ നമ്മൾ എത്രത്തോളം ഉയർച്ചയിലെത്തുന്നു, എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തെ സക്സസ്ഫുൾ ആക്കുന്നു, അത്രത്തോളം നമുക്ക് നമ്മളിലേക്ക് മറ്റു സാഹചര്യങ്ങളെയും കൂട്ടിച്ചേർക്കാൻ പറ്റും. നമ്മളെ സെൽഫായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സോളിനെ നമുക്ക് ഒരിക്കലും കൺട്രോളിങ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. സെൽഫ് ലവിന് വളരെ പ്രാധാന്യം കൊടുക്കുക, പ്രാർത്ഥന ചെയ്യുക. പ്രാർത്ഥനയിലൂടെ എല്ലാ ചക്രാസുകളും ആക്റ്റീവ് ആകും. അപ്പോൾ പോസിറ്റീവായൊരു ഊർജ്ജം നിങ്ങളിൽ നിറയുകയും നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും പോസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. ഗോഡ് ബ്ലെസ് യു.